തസ്കിയ സെഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. بسم الله الرحمن الرحيم الحمد لله رب العالمين والسلام على أشرف سيدنا محمد وعلى آله وصحبه أجمعين أما بعد പ്രിയം നിറഞ്ഞ യോഗത്തിൻ്റെ നിയന്ത്രണം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുസ്ലിയാക്കയോടൊക്കെ ഇവിടെ തസവ്വുഫിൻ്റെ ത്വരീഖത്തിൻ്റെയും ക്ലാസുകൾ നൽകിയ ബഹുമാനനായ MP അബ്ദുൽ മുസ്ലിയാർ അവരുടെ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുടെ മർക്കാർ പൈസി അവരുടെ അലികുട്ടി മുസ്ലിയാർ അവരുടെ മുഹമ്മദ് കോയ തങ്ങൾ അവരുടെ മുഹമ്മദ് പൈസി അവരുടെ മറ്റിവിടെ സന്നിധരായിരിക്കുന്ന SYSന്റെ സംസ്ഥാന നേതാക്കന്മാരെ വേദിയിൽ സന്നിധരായിരിക്കുന്ന മറ്റു ശ്രോതാക്കളുടെ സുഹൃത്തുക്കളെ ഉലമാക്കളെ ഉമറാക്കളെ പണ്ഡിതന്മാരെ സദസ്സിൽ സന്നിധരായിരിക്കുന്ന SYSന്റെ പ്രവർത്തകന്മാരെ നാട്ടുകാരെ സഹോദരന്മാരെ ഇവിടെ സന്നിധരായിരിക്കുന്ന മീഡിയ പ്രതിനിധികൾ വോളണ്ടിയർ അതുപോലെ മറ്റുള്ള സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി യുവജന സംഘത്തിൻ്റെ 60ാം വാർഷികത്തിന് ഇന്നത്തെ തുടങ്ങിയ ഉദ്ഘാടനം ഇന്ന് തുടങ്ങി വെച്ചതിന് ശേഷം ഈ രണ്ടാമത്തെ സെഷനിലാണ് നാം ഏവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. പൈതൃകത്തിൻ്റെ 15ാം നൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ സുന്നി യുവജന സംഘം 60ാം വാർഷിക മഹാസമ്മേളനമാണ് ഇവിടെ സംഗമിച്ചിരിക്കുന്നതെന്നതാണ്. ഈ ധന്യമായ മഹത്വത്തിൽ ഇവിടെ വരാൻ കഴിഞ്ഞതിലും അതുപോലെ ഈ സെഷനിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ സദസ്സും സംഘവും സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അതുപോലെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും വേണ്ടി തൻ്റെ ആദർശത്തെ വിറ്റേക്കാൻ മടിക്കാത്ത സമാഹരീയമായ സാഹചര്യത്തിൽ സമുദായത്തെ ഇന്ന് തരം ദുഷ്ചന്ധികളിൽ നിന്ന് രക്ഷിക്കുക എന്നതിൻ്റെ പണ്ഡിത ധർമ്മമാണ് എന്നുള്ളതാണ്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചു പോകുന്നത്, അതുപോലെ നിർവഹിച്ചിട്ടുള്ളതും എന്നുള്ളതാണ്. ഇതിന് ഈ യുവജന സംഘത്തിൻ്റെ 60ാം വാർഷികം പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിന്ന് പ്രഖ്യാപിച്ച് അത് ഇന്ന് കാസർഗോഡ് വെച്ച് നടത്തുവാൻ അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നിവിടെ ഒരു മഹാനഗരിയായി തന്നെ ഇത് ഇവിടെ നടത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് കൂടുതൽ പ്രസക്തിയേറിയ നമ്മുടെ സംഘടന ഇന്ന് ഈ മേഖലയിൽ നിന്ന് കൂടുതൽ ഇതിൻ്റെ 60ാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടും 2-3 ദിവസങ്ങളിലുള്ള ഇത് ഇവിടെ നടക്കുന്ന വിവിധ സെഷനുകൾ ഇന്ന് വളരെയധികം പ്രാധാന്യമേറിയതുമാണ് എന്നുള്ളതാണ്. തസ്കിയ ക്യാമ്പിലാണ് നാം ഏവരും ഇവിടെ നിന്നും നാം ഓർത്തേക്കേണ്ടതെന്നതാണ്. മഹാനായ സൈനുദ്ദീൻ
മഖ്ദൂമിൻ്റെ തസവുഫായ പ്രശസ്ത യാചിച്ച ആ ദിഖിയിൽ പറയുന്ന വാക്കുകളെയാണ് അവിടെ പറയുന്നത് എന്നുള്ളതാണ്. ഒരു മനുഷ്യന് നിർബന്ധമായും 3 അറിവുകൾ വേണ്ടതാണ് എന്ന് ആരാധനക്കാർക്ക് ശരിയായതും 2 വിശ്വാസമായ അഖിതയും 3-മതായി എണ്ണിയത് നിന്റെ ഹൃദയത്തെ സംസ്കരിക്കുന്ന അറിവുകൾ ആണ് എന്നുള്ളതാണ്. ആത്മസംസ്കരണം എന്ന് നമുക്ക് അത് ജീവിതത്തിലൂടെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക, സംശുദ്ധമായ ആ ജീവിതത്തെ നയിക്കുവാൻ ആത്മസംസ്കരണത്തിലൂടെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ് എന്നതാണ് യഥാർത്ഥം എന്നുള്ളതാണ്. ഒരാൾ നബിയുടെ അടുക്കൽ വന്ന് എന്താണ് നബിയെ ഈ ഇസ്ലാം മെഹസാനും ഈമാനും ഇസ്ലാമും മെഹസാനും എന്ന് ചോദിച്ച സമയത്ത് ഇത് ഇഹ്സാനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, നീ എൻ്റെ റബ്ബിനെ കാണുന്നില്ല എങ്കിലും അവൻ എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ അവൻ ആരാധിക്കുക എന്നതാണ്. നാം എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ അത് അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളത് എന്ന ബോധം നമുക്ക് വേണം. എന്നാൽ നമുക്ക് ജീവിതം സംശുദ്ധമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്തരം സംഗമത്തിലൂടെ നമുക്ക് സലാത്തിനെ ഇവിടെ പറഞ്ഞതുപോലെ സലാത്തിനെ അധികരിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുകൾ അധികരിപ്പിക്കുക, ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ള ഇതിനെ കൂടുതൽ നമ്മൾ ധന്യമാക്കിക്കൊണ്ട് നമ്മുടെ ഇത്തരം സംഗമങ്ങളിലൂടെ നമുക്ക് ഇത് സാധിച്ചെടുക്കുവാൻ ഏതൊരു മനുഷ്യനും നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായ ആ മുന്നേറ്റം അതുപോലെ അത് ദുഃഖമുഖത്തിൽ നിന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഏതൊരാളും ഭൂമുഖത്തേക്ക് ജനിച്ചു വീഴുന്ന ആ സംശുദ്ധ നിയമാർജിച്ച പൈതൃകത്തിലാണ് പിന്നെ അവനെ മതങ്ങളിലേക്കും മറ്റും ആക്കി മാറ്റുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് എന്നതാണ് നബിതങ്ങൾ നാം പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മോശമായ രീതികളിൽ നിഷ്കളങ്കമായ സ്വഭാവത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതിന് അതിനാണ് നാം ഇത്തരം സംഗമങ്ങളും മറ്റും സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അല്ലാഹു ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദഖാഹ. നമ്മുടെ ശരീരത്തെ സംശുദ്ധമാക്കി വശാലോ അവന് വിജയികളാണ് എന്നുള്ളതാണ്. ഇല്ലാത്തവർ പരാജിതരാണ് എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കേണ്ടതാണ്. നമ്മുടെ സംശുദ്ധമായ രീതിയിലൂടെ വഴി നടത്താൻ ഇത്തരം തസ്തിയത്ത് ക്യാമ്പുകൾ എന്ന് നാം ഉപകരിക്കും എന്നുള്ളതാണ്. ഞാനിവിടെ ഉദ്ഘാടന പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. നിരവധി നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഇസ്ബിഎസിൻ്റെ ഇത്തരം ഈ വാർഷിക സമാഹരണത്തിൻ്റെ ഭാഗമായി നടത്തുന്നു. വളരെയധികം പ്രാധാന്യമേറിയ വിഷയങ്ങൾ ഇനിയും പ്രാഥമിക വിദ്യാഭ്യാസ സമീപനങ്ങളെക്കുറിച്ചും അതുപോലെ ദീനിയായ രംഗത്ത് നമ്മുടെ കൂടുതൽ ക്യാമ്പുകളിലും അതുപോലെ അറിവുകളും വിജ്ഞാനങ്ങളും നമുക്ക് തുടർന്ന വേസിൻ്റെ ചരിത്ര മുഖങ്ങളിൽ നമുക്ക് ഇനിയും ഇത് ഈ സംഘടനയുടെ ഏറ്റവും വലിയ ശക്തിയാണ് ഈ വരും ദിവസങ്ങളിൽ നമ്മെ ഇവിടെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സംഘടനയുടെ ശക്തമായ നിരവധി ജില്ലാ സമ്മേളനങ്ങളുമൊക്കെ കഴിഞ്ഞ് SYS ഇന്ന് മഹാസമ്മേളനത്തിലേക്ക് കടക്കുന്നു. ഇതിൻ്റെ പ്രസിഡന്റും അതുപോലെ സെക്രട്ടറിയും സംസ്ഥയുടെയും നേതാക്കന്മാരൊടുങ്ങിയ ഇത്തരം സംഗമത്തിലൂടെ നമുക്ക് ഇത് വിജയിപ്പിക്കുവാനും അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, നമ്മുടെ സദുദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശ്രദ്ധിക്കുക.